ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. ഉരുളക്കിഴങ്ങും ചീസും പനീർ എന്ന് വിളിക്കുന്ന ചീസ് കട്ട്സും കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡിഷാണ്. പിന്നെ വന്ന പുട്ടീൻ. ഫ്രഞ്ച് ഫ്രൈസും ചീസ് കട്ട്സും അതിന് മുകളിൽ ബ്രൗൺ ഗ്രേവിയും കൂടെ ഒഴിച്ചുണ്ടാക്കുന്ന ഈ സംഭവം കാനഡയുടെ ദേശീയ ഭക്ഷണമാണ്. പുട്ടീൻ എന്നുള്ളത് പുഡിംഗ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു ഫ്രഞ്ച് വേരിയേഷനാണ്. ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1950കളുടെ അവസാനം കാനഡയിലെ അർദ്ധഭാസ്കർ റീജിയനിൽ ലേ ലുട്ടീൻ കേർട്ട് എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. അവരുടെ ഒരു സ്ഥിരം കസ്റ്റമറായ ഇടി ഫ്രഞ്ച് ഫ്രൈസ് പാഴ്സൽ കൊണ്ടുപോകുമ്പം ചീസ് കേർട്സും കൂടി ഇടാൻ പറയുമായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഹോട്ടലിൻ്റെ ഓണർ ഫെർണാൻഡ് ഇത് കഴിച്ചു നോക്കി. ഇതിലോട്ട് നല്ല ചൂട് ബ്രൗൺ ഗ്രേവിയും കൂടെ ഒഴിച്ച് കഴിച്ചാൽ സംഭവം സൂപ്പറാണെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് പുട്ടീൻ ഉണ്ടായെന്നാണ് ചരിത്രം. ഇത് തങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല ഹോട്ടലുകളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ലേ കഫേ ഐഡിയൽ എന്ന് ആദ്യം വിളിച്ചിരുന്ന ലേ ലുട്ടീൻ കേർട്ടിൻ്റെ അവകാശവാദമാണ് പരക്കെ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചീസ് കട്ട്സ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം പനീർ. എനിക്ക് പക്ഷേ പനീറിനേക്കാളും ഇഷ്ടം മൊസറല്ല ചീസാണ്. ഞാൻ അതാണ് ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മൊസറല്ല ചീസിന് പകരം പനീർ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുക്കണം. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുക്കണം. ഇനി ഈ മുറിച്ച കഷ്ണങ്ങളൊക്കെ ഒരു ബൗൾ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. 1 മണിക്കൂർ വെച്ച് ഇതൊരു 3 പ്രാവശ്യം നമ്മൾ അരിയൊക്കെ കഴുകത്തില്ല, അതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് കളയാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 5 or 6 ചുമന്നുള്ളി എടുത്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. വെളുത്തുള്ളി ഒരു 2 അല്ലി കൊത്തി അരിഞ്ഞിട്ട് മാറ്റി വെക്കണം. വെളുത്തുള്ളി ചുവന്നുള്ളിലേക്ക് ഈ ബ്രൗൺ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അത് അതിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കോൺഫ്ലോറിൻ്റെ സ്ലറി ഉണ്ടാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ കോൺഫ്ലോറിൻ്റെ സ്ലറി എന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്രൗൺ ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തായിട്ട് ചീസ് കട്ട്സ്, അതായത് പനീർ അല്ലെങ്കിൽ മൊസറല്ല ചീസ് ഒരു 3/4 കപ്പ്, അതായത് 100 ഗ്രാം എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുക്കണം. ചീസ് കത്തി കൊണ്ട് മുറിക്കാണ്ട് അത് കൈ കൊണ്ട് തന്നെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. ചീസ് മുറിക്കുമ്പോൾ 1/2 ഇഞ്ച് കനത്തിൽ വേണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ നല്ല ചൂട് ഗ്രേവി ഒഴിക്കുമ്പോൾ അത് മുഴുവനായിട്ട് അത് അലിയത്തുമില്ല, പക്ഷേ ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങുകയും ചെയ്യും. അതാണ് പുട്ടീനിലെ ചീസിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ബ്രൗൺ ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.25 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പം മാഗിയുടെയോ അല്ലെങ്കിൽ നോറിൻ്റെയൊക്കെ ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നുന്നില്ല, കാരണം ചിക്കൻ ക്യൂബ്സ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നല്ലോ, അതിന് നല്ല ഉപ്പുണ്ടാവും. ഇതൊന്നും തിള വന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ സ്ലറി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഗ്രേവി ഇപ്പോൾ ഈ സ്ലറി ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല തിക്കാണ്, അതുകൊണ്ട് ഞാൻ ആ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ സ്ലറി ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു തിള വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബ്രൗൺ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനിവിടെ ഒരു കിച്ചൻ്റെ ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സാധാ ടവൽ കൊണ്ടും വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഈർപ്പം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇനി ഒരു പാനിലോട്ട് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലൊരു 5 to 8 മിനിറ്റ് വരെ വറുത്ത് കോരണം. നിങ്ങളിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 5 മിനിറ്റ് മതിയാവും.
ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ ഉരുളക്കിഴങ്ങ് ഞാൻ അതിനകത്ത് ചേർത്തുകൊണ്ട് എനിക്ക് 8 മിനിറ്റ് എടുത്തു. ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വേകണം, അത്ര മതി. നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ റെഡി ടു ഫ്രൈ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഏകദേശം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതായിരിക്കും. ഇതൊരു പ്രാവശ്യം കൂടെ വറുത്താലും നമുക്കിപ്പോൾ കഫേയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആവും. ഉരുളക്കിഴങ്ങ് കോരി നമുക്കൊരു റാക്കിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ഉരുളക്കിഴങ്ങ് രണ്ടാമത് ഹൈ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കണം. എനിക്ക് ഗോൾഡൻ ബ്രൗൺ ആകാൻ ഏകദേശം 3 മിനിറ്റിനകത്തെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാച്ചായിട്ടാണ് വറുക്കുന്നതെങ്കിൽ അതിലും പെട്ടെന്ന് 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ആകും കേട്ടോ. ഇത് കോരി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് മുമ്പ് നമുക്ക് പുട്ടീൻ ഉണ്ടാക്കാം. പുട്ടീൻ ഉണ്ടാക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചീസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചൂട് ഗ്രേവി മുകളിലേക്ക് ഒഴിക്കണം. ഈ ബ്രൗൺ ഗ്രേവിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം, കാരണം ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പുട്ടീൻ ഉണ്ടാക്കുമ്പോൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രൗൺ ഗ്രേവി ചൂടാറിപ്പോയാൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക അതിനകത്തിട്ട്. എന്നിട്ട് സാധാരണ നമ്മൾ കറിയൊക്കെ ചൂടാക്കുന്ന പോലെ ചൂടാക്കുക. ഈ ചൂട് ബ്രൗൺ ഗ്രേവി നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസും ചീസിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിക്കുമ്പോഴാണ് ഈ ചീസ് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് നമുക്ക് പുട്ടീൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നത്. നമ്മുടെ അടിപൊളി പുട്ടീൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.